أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله وكانوا بها يستهزئون. الله يبدأ الخلق ثم يعيده ثم إليه ترجعون. ويوم تقوم الساعة يبلس المجرمون ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين. ويوم تقوم الساعة يومئذ يتفرقون فأما الذين آمنوا وعملوا الصالحات. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് തഖ്വയുള്ള മുസ്ലിമുകളായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും ശ്രമിക്കണം എന്നാദ്യമായി ഉണർത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ
ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും കേരളീയ സമൂഹത്തിൽ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ എതിർപ്പുകൾ സമൂഹത്തിൽ മുജാഹിദുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ദുർവ്യാഖ്യാനിക്കാനുമുള്ള ശ്രമങ്ങളും എമ്പാടും നടക്കാറുണ്ട് എന്നും നമുക്കറിയാം. എന്നാൽ ഈ ലോകത്ത് തങ്ങൾ ജീവിക്കുന്ന സമയം അത് വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമാണെന്നും മരണത്തോടു കൂടിയാണ് യഥാർത്ഥത്തിലുള്ള തങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് എന്നും ആ സമയത്ത് രക്ഷ നേടണമെങ്കിൽ എന്തൊരാദർശമാണോ അള്ളാഹു അവൻ്റെ റസൂലിലൂടെ ഈ ലോകത്തിന് പഠിപ്പിച്ചത് ആ ആദർശം സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനം പറയുന്നത് കേൾക്കുവാനും പഠിക്കുവാനും അത് അംഗീകരിക്കുവാനും തയ്യാറായി കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ വരുത്തിയ ഒരുപാട് പരിവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ നാം കേൾക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ഇന്ന് ജീവിക്കുന്ന ഒരു തലമുറ മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിച്ചു പോകുന്ന അത്രയും പതിതവും ദൗർഭാഗ്യകരവുമായ അവസ്ഥയിലായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ. വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ജീർണതയുടെ മാത്രം പ്രതീകങ്ങളായിരുന്ന ഒരു സമൂഹത്തെയാണ് വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അതുല്യമായ വെളിച്ചം മുന്നിൽ കാണിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ടേക്ക് നയിച്ചത്. സ്വാഭാവികമായും ആ ഒരു പ്രവർത്തനം എത്രമാത്രം വിജയിച്ചു എന്നതിന് മുജാഹിദുകൾ ഉയർത്തിപ്പിടിച്ച ആ ആശയം ഈ സമൂഹം എത്രമാത്രം അംഗീകരിച്ചു എന്നതിന് ചരിത്ര ഗ്രന്ഥങ്ങളുടെ താളുകൾ പരതേണ്ടതില്ല, കേരള മുസ്ലിങ്ങളുടെ ജീവിതം മാത്രം പരിശോധിച്ചാൽ മതി. നമുക്കറിയാം, എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് ഈ ലോകത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് സത്യത്തിന്റെയും നേരിന്റെയും വഴി പഠിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഖുർആനിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഈ ഖുർആനിന്റെ സവിശേഷത എന്താണെന്നറിയുമോ? ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ആ ഗ്രന്ഥം അതിൽ യാതൊരു സംശയവും ഇല്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സന്മാർഗത്തിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണത്, ഒരു സംശയവും തന്നെ ഇല്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ഇറക്കി. ആ ഖുർആൻ എന്തിനു വേണ്ടിയാണ് ഇറക്കിയത്?
ആ ഖുർആൻ കൊണ്ട് ആളുകൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകേണ്ടത്? അതും റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാ പഠിപ്പിക്കുന്നത്? കേവലം ഖുർആനിനെ കുറിച്ച് മാത്രമല്ല, ഈ ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ ജീവിക്കുന്ന മുഴുവൻ ജനതയെ കുറിച്ചുമാണ് അല്ലാഹു പറയുന്നത്. ആ മുഴുവൻ ജനതയോടുള്ള കൽപ്പനയായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ അവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തും, എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ആ സന്മാർഗം ലഭിക്കുന്ന സമയത്ത് ഫമൻ തബിഅ ഹുദായ, ആ സന്മാർഗം അംഗീകരിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, ആ സന്മാർഗം പിൻപറ്റിക്കൊണ്ട് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതും ഇല്ല. ഇങ്ങനെ മനുഷ്യനെ സങ്കടത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, പരലോകത്ത് അവനുണ്ടാകുന്ന സകലമാന നഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കുവാനാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ മനസ്സിലാക്കിയത് അംഗീകരിച്ച് പിൻപറ്റേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഈ വിശുദ്ധ ഖുർആനുമായി സമുദായത്തിനുള്ള ബന്ധം എന്തായിരുന്നു? എങ്ങനെയാ നമ്മുടെ ആളുകൾ ഖുർആനിനെ പരിഗണിച്ചിരുന്നത്? ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, വിശുദ്ധമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം നമ്മൾ ഏതെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എടുക്കണം, വായിക്കണം. റമളാനിൽ അതൊന്നെടുത്ത് വായിക്കണം. അതേപോലെ ആരെങ്കിലും മരിച്ചാൽ അതൊന്നെടുത്ത് മയ്യത്തിനരികിൽ വെച്ച് പാരായണം ചെയ്യണം. മരിച്ച വീട്ടിൽ ഏതാനും ദിവസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ആ ഒരു മയ്യത്ത് കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ വെച്ചാൽ ആ പള്ളിപ്പറമ്പിൽ ഖബറിന് മുകളിൽ ഒരു ഷെഡ് കെട്ടി യാമം മുറിയാതെ അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം. എന്നിങ്ങനെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഉപയോഗപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു കാലം. ഖുർആനിന്റെ അർത്ഥം എന്ത് എന്ന് ആളുകൾക്കറിയില്ല. ഖുർആനിന്റെ ആശയം എന്ത് എന്ന് ആളുകൾക്കറിയില്ല. അത് പഠിക്കാനുള്ള അവസരം ജനങ്ങൾക്കില്ലെന്നു മാത്രമല്ല, അക്കാലത്തുള്ള പണ്ഡിതന്മാർ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കേണ്ടതില്ല, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ഒരു മുസ്ലിമിന് ഓതൽ പോലും നിർബന്ധമായിട്ടുള്ളത്, ഓതാൻ പഠിക്കാൻ പോലും നിർബന്ധമായിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. അതിന്റെ പോലും അർത്ഥം പഠിക്കേണ്ടതില്ല. എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു കാലം. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ പറ്റി മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ വിശുദ്ധ ഖുർആനിനെ എങ്ങാൻ ഒരു മലയുടെ മുകളിലായിരുന്നു നാം ഇറക്കിയിരുന്നത് എങ്കിൽ, ഒരു മലയ്ക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ, ഒരു പർവ്വതത്തിന് കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള കഴിവില്ലല്ലോ, ജീവനില്ല, ബുദ്ധിയില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല. എന്നിട്ടും അല്ലാഹു പറയുകയാണ്, അത്തരമൊരു പർവ്വതത്തിന്റെ മലയുടെ മുകളിലാണ് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബൽ, അങ്ങനെ ഒരു മലയുടെ മുകളിലാണ്, പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ, ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്,
സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെട്ടുകൊണ്ട് ആ പർവ്വതം പോലും വിറച്ചു പോകുന്നത് നിനക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈ ഖുർആനിനെ ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നത് എങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പേടിച്ച് ആ പർവ്വതം പോലും വിറച്ചു പോകുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നു. എന്തിനെ പറ്റി? ഖുർആനിനെ പറ്റി. എന്നാൽ ചിന്തിക്കാൻ കഴിവുണ്ട് എന്ന് പറയുന്ന, കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ കഴിവുണ്ട് എന്ന് പറയപ്പെടുന്ന, വിചാരങ്ങളും വികാരങ്ങളുമുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ഖുർആൻ പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല, അതിന്റെ സ്വാധീനം മനുഷ്യനിൽ ഉണ്ടാകേണ്ടതില്ല എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു കാലം. മുജാഹിദ് പ്രസ്ഥാനം ഒന്നാമതായി ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ആ കാര്യമാണ്. നമ്മൾ ഖുർആൻ പഠിക്കണം, നമ്മൾ ഖുർആൻ മനസ്സിലാക്കണം. ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെട്ടു നാട്ടിന്റെ പല ഭാഗങ്ങളിലും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ പലതുമുണ്ടായി. ഖുർആൻ പരിഭാഷപ്പെടുത്തപ്പെട്ടു. ഇതൊക്കെ നാട്ടിൽ നടന്നപ്പോ ഒരു വിഭാഗം ആളുകൾ അതാ രംഗത്ത് വന്നുകൊണ്ട് പറയുകയാണ്, പാടില്ല, ഈ വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിക്കാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല, അതിന് അർത്ഥം പറയാൻ പാടില്ല, 3 ആയത്തുകൾക്ക് തുടരെ അർത്ഥം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിരോധിക്കുകയും വിലക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. ഈ കാലം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമല്ല, മറിച്ച് ഇന്നും ആ കാലം അനുഭവിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇത്തരമൊരു സമൂഹത്തിന് സാക്ഷിയായ ആളുകൾ ഇന്നും നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. കേരളത്തിൽ തന്നെ സമസ്തയുടെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കമായിരുന്നു ആ കാര്യം. വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ പാടുണ്ടോ ഇല്ലേ? എന്തേ തർക്കം വരാൻ കാരണം? മുജാഹിദുകൾ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി, ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ആളുകൾ ഇത് കേട്ടു, ഖുർആൻ കേൾക്കാൻ തുടങ്ങി, ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇതങ്ങ് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൂരമ്പ് പോലെ ഓരോ മനുഷ്യന്റെയും ഹൃദയാന്തരാളങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലാൻ തുടങ്ങിയപ്പോ അതാ ആളുകൾ തിരിച്ചറിയുകയാണ്, ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. കാരണം എന്താണ്? ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോ അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിച്ച് പറയാറുണ്ട്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറയാറുണ്ട്, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാറുണ്ട്, മമ്പറത്തെ തങ്ങളെ വിളിച്ച് സഹായം തേടാറുണ്ട്, അതേപോലെ മറ്റു പലരെയും വിളിച്ച് തേടാറുണ്ട്, അവരുടെ ജാറങ്ങളിലേക്ക് നേർച്ചയാക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. വിശുദ്ധ ഖുർആൻ പഠിച്ചു കഴിഞ്ഞപ്പോ എന്താ അല്ലാഹു പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ വിശ്വാസിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന എനിക്ക് എങ്ങനെ രോഗം മാറാൻ വേണ്ടി മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടാൻ കഴിയും? എങ്ങനെ അവരോട് പ്രാർത്ഥന നടത്താൻ കഴിയും? അതേപോലെ തന്നെ അല്ലാഹു അവന്റെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രഖ്യാപിക്കാൻ പറഞ്ഞല്ലോ. ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കണമെന്ത്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ആ അല്ലാഹുവിൽ ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രഖ്യാപിക്കാനാണല്ലോ അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. വീണ്ടും അല്ലാഹു പറഞ്ഞില്ലേ, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ.
നിങ്ങളുടെ റബ്ബ് ഇതാ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഉദുഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യരായ നിലയിൽ അവർ നരകത്തിൽ പ്രവേശിക്കും. വളരെ നിന്ദ്യരായ നിലയിൽ അവർ നരകത്തിൽ പ്രവേശിക്കും എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്? എന്നിങ്ങനെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോ മാറാൻ തുടങ്ങി. സാധാരണ ഒരു ചരിത്ര സംഭവം പറയാറുണ്ട്. NV അബ്ദുസ്സലാം മൗലവി അരീക്കോട് വിശുദ്ധ ഖുർആൻ ആളുകൾ കേൾക്കാനും മനസ്സിലാക്കാനുമായി ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ആളുകളൊക്കെ വരും, കേൾക്കും. ഒരു ദിവസം യാദൃച്ഛികമായി അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം സുന്നിയാണ്, സുന്നിപ്പള്ളിയുമായി സഹകരിക്കുന്ന ആളാണ്. അവിടെ നടക്കുന്ന റാത്തീബുകളിലും മൗലിദുകളിലുമൊക്കെ സജീവമായി പങ്കെടുക്കുന്നയാളാണ്. അന്ന് അബ്ദുസ്സലാം മൗലവി ഓതി വിശദീകരിച്ച ആയത്ത് ഞാൻ ഈ ഓതി കേൾപ്പിച്ച ആയത്താണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്ന ആയത്താണ് അബ്ദുസ്സലാം മൗലവി വിശദീകരിച്ചത്. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോ ഈ സാധാരണക്കാരനായ മനുഷ്യൻ മൗലവിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, മൗലവി, നിങ്ങൾ ആ ഓതിയ ആയത്തൊന്നും ഒരു കടലാസിൽ എഴുതി തരൂ. മൗലവി ആ ആയത്ത് എഴുതി കൊടുത്തു. അതിന്റെ അടിയിൽ അതിന്റെ അർത്ഥവും എഴുതി തരണം എന്ന് പറഞ്ഞു. മൗലവി അർത്ഥവും എഴുതി കൊടുത്തു. ഈ മനുഷ്യൻ ഈ കടലാസുമായി നേരെ പോവാണ് പള്ളിയിലേക്ക്. പള്ളിയിലെത്തി അവിടെയുള്ള ഇമാമിനോട് ചോദിച്ചു, ഇതാ ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? മുസ്ലിയാർ ആയത്ത് ഓതി നോക്കിയിട്ട് പറഞ്ഞു, ആ ഉണ്ട്. ആ ആയത്തിന് എഴുതിയ അർത്ഥം താഴെയുള്ളത് തന്നെയാണോ? മുസ്ലിയാർ അർത്ഥം വായിച്ചു നോക്കി. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ അവരെ നരകത്തിൽ പ്രവേശിക്കും. വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ശരിയാണ്, ഇത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. എന്നാ ഉസ്താദേ, ആ റാത്തീബിന്റെ മൗലിദിന്റെ ഒക്കെ ലിസ്റ്റിൽ നിന്ന് ഉണ്ണി മുഹമ്മദിന്റെ പേര് വെട്ടിക്കോ. ഇനി ഉണ്ണി മുഹമ്മദ് ഏതായാലും ഇതിനില്ല. എന്താ ഉണ്ണി മുഹമ്മദ് അങ്ങനെ പറയാൻ? ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടെങ്കിൽ ആ ആയത്തിന് ഇത് തന്നെയാണ് അർത്ഥമെങ്കിൽ പിന്നെ മൗലിദും റാത്തീബും പറ്റില്ല എന്നതിന് വേറെ ഒരു തെളിവും എനിക്ക് വേണ്ട. അതുകൊണ്ട് ഇനി ഈ പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞതായി ചരിത്രം പറയപ്പെടാറുണ്ട്. അപ്പൊ അത്രയും സാധാരണക്കാരനായ ആളുകളുടെ മനസ്സിലേക്ക് പോലും ഈ ഖുർആൻ കടന്നു ചെല്ലുകയാണ്. ഇതിങ്ങനെ ആളുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോ ചിലർക്ക് തോന്നി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതിന് തടയിടണമെങ്കിൽ എന്തു വേണം? എന്തുകൊണ്ടാണ് ആളുകൾ മുജാഹിദ് പറയുന്നത് കേൾക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ മുജാഹിദികൾ പറയുന്നത് ശ്രദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ മുജാഹിദികൾ പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നത്? ഇപ്പോഴും ചില ആളുകൾ, ചില മുസ്ലിംമാരൊക്കെ മുജാഹിദികൾക്ക് മറുപടി പറയുമ്പോ, അല്ലെങ്കിൽ മുജാഹിദികൾ പറയുന്നത് എതിർക്കാൻ വേണ്ടി വരുമ്പോ മുജാഹിദികൾ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചു പോകരുത് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോ എന്താ പറയാറുള്ളത്? ആ മുജാഹിദികൾ ആയത്തോന്നുന്നത് കേട്ടിട്ട് നിങ്ങൾ പെട്ടുപോകരുതേന്നാ. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം. എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. 38 48 എന്ന് വന്നിരിക്കല് എല്ലാ ആയത്തിനും പേര് തെറ്റിപ്പോണ്ടാന്ന് പേജും. സുന്നികൾ 2 മണിക്കൂർ അത് പറഞ്ഞാൽ ആകെ ഒരായത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ വായനയിലുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുറേ ഓതും. മുജാഹിദീങ്ങൾ ആയത്ത് ഓതുന്നത് കേട്ട് നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെ ഈ ആയത്തുകളാണ്, അതിന്റെ അർത്ഥമാണ്, അതിന്റെ ആശയമാണ് മുജാഹിദികളെ സ്വാധീനിക്കുന്നത്, മുജാഹിദികളുടെ ഈ ആദർശത്തിന് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ
ഈ അടുത്ത നാട്ടുകാരനായ KV മുഹമ്മദ് മുസ്ലിയാർ തീരുമാനിച്ചു ഖുർആൻ ഒരു പരിഭാഷ ഇറക്കിയേ മതിയാവും. കാരണം എന്താ? മുജാഹിദുകൾ നേർക്ക് നേരെ ഖുർആൻ അർത്ഥം പറഞ്ഞ് ആളുകളെ ക്ഷണിച്ച് ഇത് തെറ്റിപ്പോയാൽ പിന്നെ ഈ സമുദായത്തിൽ സുന്നി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. അപ്പൊ തൽക്കാലം എന്ത് ചെയ്യണം? ഒരു ഖുർആൻ പരിഭാഷ ഇറക്കിയേ മതിയാവുള്ളൂ എന്ന് തീരുമാനിച്ച് അദ്ദേഹം ഒരു ഖുർആൻ പരിഭാഷ പുറത്തിറക്കി. പക്ഷേ ഈ ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയപ്പോ അതിന്റെ ഏറ്റവും വലിയ സ്വാധീനമുണ്ടായത് മുജാഹിദുകളിലല്ല. അതിനോട്, അതിന്റെ ദുർവ്യാഖ്യാനത്തോടോ അതല്ലെങ്കിൽ അതിൽ പറഞ്ഞ തെറ്റായ കാര്യങ്ങളോടോ ഉള്ള മുജാഹിദുകളുടെ എതിർപ്പായിരുന്നില്ല കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത്. മറിച്ച് സമസ്തയിലെ പണ്ഡിതന്മാർ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. EK ഹസൻ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ. EK ഹസൻ മുസ്ലിയാർ പറഞ്ഞു പറ്റൂല, ഹറാമാണ്, ശരിയല്ല. എന്താ അതിന് EK ഹസൻ മുസ്ലിയാർ പറഞ്ഞ ന്യായം? ഖുർആനിന് ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞാൽ അത് അങ്ങനെ എഴുതി ആളുകളോട് എഴുതി പ്രചരിപ്പിച്ചാൽ അത് ശരിയല്ല. അർത്ഥം വേണമെങ്കിൽ പറയാൻ, കുറച്ച് എഴുതാൻ പാടില്ല. കാരണം പറഞ്ഞാൽ എന്താ? പറയുന്ന വാക്ക്, നമ്മളൊരു സംഗതി ഒരാളോട് പറഞ്ഞാൽ EK ഹസൻ മുസ്ലിയാർ പറയുന്നത് അത് ജനങ്ങൾ മറന്നും പോകും, ചിലപ്പോ കാറ്റിൽ പറന്നും പോകും എന്നാണ്. നേരെ മറിച്ചത് എഴുതിയാലോ അത് അവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ ഒരിക്കലും ഒരു അർത്ഥം പറഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എഴുതാൻ പാടില്ല എന്നായിരുന്നു ഹസൻ മുസ്ലിയാരുടെ വാദം. മാത്രല്ല, അതിനേക്കാൾ രസകരമായ മറ്റൊരു വാദം കൂടി പറഞ്ഞു. എന്താണെന്നറിയോ? അതുമായി ബന്ധപ്പെട്ട് അന്നിറങ്ങുന്ന സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ EK ഹസൻ മുസ്ലിയാരുടെ ലേഖനം വന്നു. അതിന് മറുപടിയായി KVയുടെ ലേഖനം വന്നു. EK ഹസൻ മുസ്ലിയാരുടെ പുസ്തകം വന്നു. മറുപടിയായി KVയുടെ പുസ്തകം വന്നു. EK ഹസൻ മുസ്ലിയാർ വീണ്ടും പുസ്തകം എഴുതി. അങ്ങനെ കേരളത്തിലെ സമസ്തയിലെ ഒരു വലിയ തർക്കമായി ഖുർആൻ പരിഭാഷ. ആ കൂട്ടത്തിൽ EK ഹസൻ മുസ്ലിയാർ ചോദിക്കുകയാണ് KVയോട്, മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ മലയാളത്തിൽ ഖുർആന്റെ അർത്ഥം പറഞ്ഞ് പുറത്തിറക്കിയാൽ അത് അമുസ്ലിങ്ങൾ വാങ്ങാനിടയാവില്ലേ? അവര് വായിക്കില്ലേ? ഈ ഖുർആൻ എങ്ങനെ അമുസ്ലിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരില്ലേ? അത് ഖുർആനിന്റെ പവിത്രതയ്ക്ക് തടസ്സമല്ലേ? EK ഹസൻ മുസ്ലിയാരുടെ ചോദ്യമായിരുന്നു. കേട്ടാ എന്താ വിചാരിക്കുക? അള്ളാഹ് ഖുർആൻ ഇറക്കിയത് മാപ്പിളാർക്ക് വേണ്ടി മാത്രം വായിച്ചു വെക്കാനുള്ള ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങും, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അത് വീട്ടിൽ കൊണ്ട് മെല്ലെ ബെഡിന്റെ അടിയിൽ വെക്കും. എന്നിട്ടോ ആരെങ്കിലും മുസ്ലിമായി വന്നാ സ്വകാര്യമായി വീട്ടിൽ വിളിച്ച് എന്റെ അടുത്തൊരു സാധനം ഉണ്ട് എനിക്ക് കാണിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഖുർആൻ കേൾപ്പിച്ചു കൊടുക്കും. അതിനാണ് അള്ളാഹ് ഖുർആൻ ഇറക്കിയത് എന്ന് തോന്നണ കോലത്തിലാണ്. ഈ ഖുർആൻ മനുഷ്യർക്ക് അള്ളാഹ് ഇറക്കിയതാണ്. അത് മനുഷ്യർക്ക് പഠിക്കാനുള്ളതാണ്, മനുഷ്യർക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും പഠിക്കാനുള്ളതാണ്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അള്ളാഹു ഇറക്കിയ ഒരു സാധനമല്ല ഇത്. ഇതായിരുന്നു KV മറുപടി പറയേണ്ടിയിരുന്നത്. പക്ഷെ KV അങ്ങനെ പറഞ്ഞില്ല. KV പറഞ്ഞു അതുണ്ടാവില്ല. കാരണം എന്താ? ഞാൻ എന്റെ പരിഭാഷയുടെ മുകളിൽ ഇത് അമുസ്ലിങ്ങൾക്ക് വിൽപ്പാനോ വായിപ്പാൻ കൊടുപ്പാനോ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അമുസ്ലിങ്ങൾക്ക് വിൽപ്പാനോ വായിപ്പാൻ കൊടുപ്പാനോ പാടില്ല എന്ന് ഞാൻ ഈ പരിഭാഷയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. ഉടൻ വന്നു EKയുടെ മറുപടി, ആനയുടെ ഒരു തട്ടിനില്ലാത്ത മുള്ളുകൊണ്ട് വേലി കെട്ടി, ഞാൻ ഈ വേലി കെട്ടിയത് ആന കടപ്പാതിരിപ്പാനാണ് എന്ന് സമാധാനിക്കുന്ന വിഡ്ഢിയേക്കാൾ താങ്കളുടെ വിഡ്ഢിത്തം അധികരിച്ചു പോയി KV. കാരണം എന്താ? എടപ്പാൾ ഒരു ബുക്ക് സ്റ്റാള് ഖുർആൻ പരിഭാഷ ഉണ്ട് എന്ന് വിചാരിച്ചോ KVയുടെ? അവിടെ ചെന്നിട്ട് ഒരു അമുസ്ലിം പറയാ ഒരു ഖുർആൻ പരിഭാഷ വേണം എന്ന് പറഞ്ഞാൽ ഈ കച്ചവടക്കാരൻ എന്താ പറയാ? നിങ്ങൾ മുസ്ലിമാണ് എന്നുള്ളതിനുള്ള വില്ലേജ് ഓഫീസറെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കത്ത് വേണം, നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് വേണം, എന്നാലേ ഖുർആൻ പരിഭാഷ തരുള്ളൂ എന്ന് ഏതെങ്കിലും കച്ചവടക്കാരൻ പറയൂ? ഇല്ല. പിന്നെ ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ട് എന്ത് കാര്യ?
ഒരു കച്ചവടക്കാരൻ അവനെ സംബന്ധിച്ചിടത്തോളം അത് വിൽക്കുക, അതിന്റെ കമ്മീഷൻ കിട്ടുക എന്നുള്ളതല്ലാതെ ഇത് ആർക്ക് വിൽക്കുന്നു, ആര് കൊണ്ടുപോകുന്നു, ആര് വാങ്ങുന്നു എന്നത് അവന് വിഷയമല്ല. അപ്പൊ അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല എന്ന് EKS മുസ്ലിയാർ മറുപടിയും പറയും. എന്നാൽ സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു ചർച്ചക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പ്രസക്തിയുണ്ടോ? മുജാഹിദുകൾ പുത്തൻവാദികളാണ്, വിദേഹത്തിന്റെ ആളുകളാണ്. ആ മുജാഹിദികൾക്ക് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, മുജാഹിദികളെ തുറന്ന് നമസ്കരിക്കാൻ പാടില്ല, മുജാഹിദികൾക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല, അവര് മരിച്ചാൽ അവരെ സന്ദർശിക്കാൻ പാടില്ല, മുജാഹിദികളുമായി ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നൊക്കെ ഒരു കാലത്ത് കേരളത്തിൽ ജീവിച്ചിരുന്ന ചില പണ്ഡിതന്മാർ പറയാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഖുർആൻ ആളുകൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി എന്നതാണ്. ഖുർആൻ പഠിക്കാനുള്ള ഒരു ചാൻസ് ഈ ജനങ്ങൾക്കുണ്ടാക്കി എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ പുത്തൻവാദികളാണ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് കേരളത്തിൽ പുത്തൻവാദികളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഖുർആൻ പരിഭാഷ പുത്തൻവാദമാണെങ്കിൽ ആ പുത്തൻവാദത്തിൽ പഴയ വാദാരുടേതാ മുജാഹിദികളാ. കാരണം ആദ്യം ഖുർആൻ പരിഭാഷപ്പെടുത്തണം തന്നെ മുജാഹിദികളാണ്, പിന്നെയല്ലേ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത്. അപ്പൊ ആരാ യഥാർത്ഥത്തിൽ പുത്തൻവാദികൾ? ആദ്യം ഖുർആൻ പരിഭാഷപ്പെടുത്തണം എന്ന് പറഞ്ഞവരോ അതല്ല പിന്നെ ഖുർആൻ പരിഭാഷപ്പെടുത്താന്ന് പറഞ്ഞവരോ? ഇപ്പൊ ഖുർആൻ പഠിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, അത് ആരാ ചെയ്യാത്തത്? വാരികകളിൽ, മാസികകളിൽ പ്രത്യേക പംക്തികൾ ഖുർആൻ പഠിക്കാൻ ഖുർആൻ പരിഭാഷകൾ ആളുകൾ പുറത്തിറക്കുന്നു. ഖുർആൻ പരിഭാഷയുടെ പരസ്യങ്ങൾ ആളുകൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നു, നൽകിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ സ്റ്റഡി സെന്ററുകൾ നടത്തി അതിന്റെ ഡയറക്ടർമാരൊക്കെയായി ഇപ്പൊ പണ്ഡിതന്മാര് രംഗത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലേ? എന്നാൽ ഇത് പറഞ്ഞതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് മുജാഹിദികളെ ആളുകൾ പുത്തൻവാദികളാണെന്ന് പറഞ്ഞത്. അതേപോലെ നേരത്തെ നിങ്ങൾ കേട്ടു സ്ത്രീ വിദ്യാഭ്യാസം. കേരളത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുമോ? പെൺകുട്ടികൾ പഠിക്കണോ വേണ്ടേ എന്നൊരു ചർച്ച. മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയില്ല. ഞാൻ പറഞ്ഞില്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, 1930 മാർച്ച് മാസത്തിൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് യോഗം ചേർന്നുകൊണ്ട് കേരളത്തിലെ 40 പണ്ഡിതന്മാർ, ഈ 40 ആളായത് എന്തിനാ? സമസ്ത മുശാവറയിൽ 40 ആള് കൂടിയാൽ കൂട്ടത്തിലൊരു വലിയുണ്ടാകുന്ന, 40 ആളുണ്ടായാൽ കൂട്ടത്തിലൊരു വലിയുണ്ടാകുന്ന ഇവര് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു വലിയ അടക്കമുള്ള ആള്, ആ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് പാസാക്കി പ്രമേയം എന്ത്? പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ മദ്രസകളിൽ ആൺകുട്ടികൾ പരീക്ഷ എഴുതുകയും പെൺകുട്ടികൾ പരീക്ഷ പറയുകയും ചെയ്തത്? ആൺകുട്ടികൾ പരീക്ഷ എഴുതി, പെൺകുട്ടികൾ പരീക്ഷ പറഞ്ഞു. മാത്രമല്ല, അക്കാലത്തൊരു സംഭവം ഉണ്ടായി. കോഴിക്കോട് പന്നിയങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുലൈഖ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു രവി എന്ന് പറയുന്ന അമുസ്ലിം യുവാവുമായി പ്രണയത്തിലായി. പ്രണയ നൈരാശ്യം കാരണം രവി ഈ സുലൈഖയെ കുത്തിക്കൊന്നു. ഇതുകൂടി ഉണ്ടായപ്പോ നമ്മുടെ മുസ്ലിംമാര് പറഞ്ഞു നടന്നു, നമ്മുടെ സുലൈഖ എന്ന് പറയുന്ന പെണ്ണ്, ആ പെണ്ണിതാ രവിക്ക് കത്തെഴുതിയില്ലേ? അങ്ങനെ ആ പെണ്ണ് കത്തെഴുതാനുള്ള കാരണം എന്താണ്? അത് അക്ഷരവിദ്യ നേടിയത് കൊണ്ടല്ലേ, എഴുത്ത് പഠിച്ചത് കൊണ്ടല്ലേ. അപ്പൊ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ എഴുത്ത് പഠിച്ചാൽ എന്ത് ചെയ്യും? അവര് മുഴുവൻ പ്രേമലേഖനം എഴുതിക്കളയും എന്ന് പറഞ്ഞിട്ടാണ് അന്ന് എഴുത്ത് പഠിക്കണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇന്ന് സമുദായത്തിന് മുഴുവൻ പ്രേമലേഖനാണോ? ആരെങ്കിലും പറയൂ പഠിക്കണ്ട? മുജാഹിദികളെ തുടരാത്ത, മുജാഹിദികളുടെ മയ്യത്ത് നമസ്കരിക്കാത്ത മുജാഹിദ് റോഡിന്റെ ഇടതുവശത്ത് കൂടെ വരുന്നുവെങ്കിൽ അപ്പുറത്ത് ക്രോസ് ചെയ്ത് വലതുവശത്ത് കൂടെ പോകുന്ന അത്രയും വിരോധം മുജാഹിദികളോട് വെച്ച് പുലർത്തുന്ന ആളുകൾ പോലും സ്വന്തം മകളെ, സഹോദരിയെ പഠിക്കാൻ വേണ്ടി സ്ഥാപനത്തിലേക്ക് അയക്കുന്നു. അതിന് ചില ആളുകൾ പറയാറുള്ള ന്യായം എന്താണെന്നറിയോ? അതിപ്പോ വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികളെ ആളുകൾ കല്യാണം കഴിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നത്.
വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടികളെ കെട്ടണമെന്ന് ചെറുപ്പക്കാരെ പഠിപ്പിച്ചാ പോരെ? നമ്മള് SSFന്റെ കുട്ടികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആ എഴുത്ത് പഠിച്ച പെൺകുട്ടികളെ കെട്ടാൻ പാടില്ല എന്ന് ഒരു പ്രമേയം പാസ്സാക്കണം. എന്നിട്ട് ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യട്ടെ, പഠിക്കാതിരിക്കട്ടെ, അങ്ങനെ തീരുമാനിച്ചാൽ മതിയല്ലോ. ഇവര് കെട്ടാത്തതിന് മറ്റവരെ പഠിപ്പിക്കുക എന്നുള്ളതാണോ ചെയ്യേണ്ടത്? മാറി സമുദായം. മുജാഹിദുകൾ കാണിച്ച ആ കൈത്തിരി, ആ വെളിച്ചം, അത് ശരിയാണ് എന്ന് മനസ്സിലാക്കി സമുദായം അതിന് പിന്നാലെ നീങ്ങി. ചികിത്സാ രംഗം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ചികിത്സാ രംഗത്ത് മാലകൾ, മൗലിദികൾ, ഉറുക്കുകൾ, ഏലസുകൾ, പിഞ്ഞാണമെഴുത്തുകൾ കേട്ടാൽ ഒരുപക്ഷെ ഒരു 25-30 വയസ്സ് പ്രായമൊന്നുമുള്ള ചെറുപ്പക്കാർക്ക് അറിയില്ല എന്താ ഉറുക്ക്, ഏലസ്, പിഞ്ഞാണമെഴുത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോഴത്തെ മുസ്ലിംമാർക്കും ചിലപ്പോൾ അറിയില്ല. അന്നത്തെ മുസ്ലിംമാരുടെ വീടുകളിൽ എനിക്കറിയാം, എന്റെ പിതാമഹന്റെയൊക്കെ അരികിൽ അതിന് പിഞ്ഞാണം എഴുതാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ പ്രത്യേകമായ പേനയും മഷിയും മയ്യും കലമും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, എഴുതി കൊടുക്കാൻ വേണ്ടി. അത് എഴുതി കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പാടില്ല എന്ന് മുജാഹിദികൾ പറഞ്ഞപ്പോ പറഞ്ഞു, കണ്ടില്ലേ ഈ പിഞ്ഞാണെഴുത്തൊന്നും പാടില്ല എന്ന് പറയുന്ന കുറെ പുത്തൻവാദികൾ. ഒരു നാട്ടിൽ അങ്ങനെ ഒരാള് വന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു, ആ നമ്മൾ അഹമ്മദ് വഹാബിയായിട്ടോ, നമ്മൾ അഹമ്മദ് വഹാബിയായി, പോകുന്നിടത്തൊക്കെ അതാ വഹാബി പോകുന്നു, വഹാബി വരുന്നു എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം വീട്ടിലിങ്ങനെ ഒരാൾ, ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോ ഭർത്താവ് പറഞ്ഞു, അതാ വഹാബി വരുന്നുണ്ട്. ഈ ഭാര്യ ഇത് കേട്ടിട്ടേ ഉള്ളൂ, വഹാബി വഹാബി എന്താ സാധനം എന്ന് മനസ്സിലായിട്ടില്ല. എവിടെയെന്ന് ചോദിച്ചാൽ അതാ വരുന്നതെന്ന്. ഇവരെ എഴുന്നേറ്റ് നോക്കുമ്പോ ഈ അഹമ്മദാ. അത് നമ്മൾ അഹമ്മദല്ലേ? അതെന്നെ വഹാബി. അപ്പൊ ഇത് മനുഷ്യന്മാര് പോലും അല്ലാത്ത എന്തോ ഒരു സാധനമാണ് എന്ന നിലയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന ഒരു കാലം. ഇപ്പോഴതുണ്ടോ? മഷിയുണ്ടോ? പെണ്ണുണ്ടോ? മയ്യും കലമും എന്ന് പറയുന്ന മഷിയും ആ പേനയും ഉണ്ടോ? അത് എഴുതി കുടിക്കുന്ന സമ്പ്രദായമുണ്ടോ? ആ ചികിത്സക്ക് വേണ്ടി ഉറുക്കുകളും ഏലസുകളും മാലകളും ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ടോ? ഇല്ലല്ലോ. ഏറെ മികന്തുള്ളേ പേറ്റ് വരുത്തത്തിൽ ഇന്ദേ സ്വഹാബികള് പേരിനെ ചൊല്ലുകിൽ കുഹുരി മുടിയും മൂനമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലില്ലാശക്കെന്നോവറ്. എത്ര പ്രയാസപ്പെട്ട പ്രസവവേദനയായാലും ശരി, എത്ര പ്രയാസപ്പെട്ട പ്രസവവേദനയായാലും ശരി, ഈ ബദരീങ്ങളുടെ പേരുള്ള ബദർമാല അങ്ങ് ചൊല്ലിയാൽ യാതൊരു പ്രയാസവുമില്ലാതെ ആ സ്ത്രീ പ്രസവിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഗർഭിണിയായ സ്ത്രീയുടെ അരികിലിരുന്ന് ബദർമാല ചെല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ. അതേപോലെ തന്നെ നഫീസത്ത് മാല ചെല്ലുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്തിനാ മുജാഹിദുകളെ പുത്തൻവാദികളാക്കിയതെന്നറിയുമോ? എന്തിനാ മുജാഹിദുകളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കിയതെന്നറിയുമോ? എന്തിനാ മുജാഹിദുകളോട് സലാം ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞതെന്നറിയുമോ? എന്തിനാ മുജാഹിദുകളുടെ പരിപാടി കേൾക്കരുത്, അതിന് പോകരുത്, അതുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞതെന്നറിയുമോ? നിങ്ങൾ ഇങ്ങനെ ഈ മാല ചൊല്ലിയിരുന്നാൽ പോരാ, ഈ തരത്തിലുള്ള ഏർപ്പാടുകൾ നടത്തിയാൽ പോരാ, മറിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അനുവദനീയമായ ചികിത്സാ സമ്പ്രദായങ്ങൾ ചെയ്യുകയും വേണം. ഇത് മുജാഹിദുകൾ പറഞ്ഞതിന്റെ പേരിലാണ് മുജാഹിദുകൾ പുത്തൻവാദികളായത്. അത് പറഞ്ഞപ്പോ മുജാഹിദുകൾ പുത്തൻവാദികളായി. എന്നാൽ ഇന്ന് ജാറത്തിന്റെ അടുത്തൊക്കെ ആസ്പത്രിയാണ്. എന്തിനാ? ജാറത്തിലെ ശൈഖൻ എല്ലാറ്റിനും കഴിയുന്ന എല്ലാ രോഗവും മാറ്റുന്ന ആളുകളല്ലേ. പിന്നെ അതിന്റെ അടുത്ത് എന്തിനാ ആസ്പത്രി? ഒന്നങ്ങനെ. ഇനി അല്ലാതെ തന്നെ തുടങ്ങുന്ന ആസ്പത്രികൾ നിങ്ങൾ പോയി നോക്കൂ. ഇവിടെയുള്ള പല മുജാഹിദികളോട് വിരോധം വെച്ച് പുലർത്തുന്ന പലരും ആസ്പത്രികൾ നടത്തുന്നുണ്ട്. ആ ആസ്പത്രികളിൽ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, അറ്റൻഡന്റുമാരുണ്ട്, മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, എക്സ്റേ ഉണ്ട്, സ്കാനിങ് ഉണ്ട്, അതുപോലെയുള്ള സകല ഏർപ്പാടുകളും ഉണ്ട്. എന്നാൽ
മഹാനാണ്, വലിയാണ് എന്ന് പറയുന്ന ആരെയെങ്കിലും ആസ്പത്രിയിൽ ഇരുത്തി നമ്മൾ കാണുമോ? എന്തിന്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. കൺകൊണ്ട് കണ്ടതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ. ഒരാളിങ്ങനെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന കൊണ്ടുവന്ന് കിടത്തുകയാണ്. റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ അപ്പൊ ഈ വലിയനമല്ല കൊണ്ടുവരും. എന്നിട്ടോ വലിയൊന്നിങ്ങനെ നോക്കും. അപ്പോ കുപ്പിയിലുള്ളത് കാണുന്ന മാതിരി നമ്മളെ കൽബിലുള്ളതൊക്കെ മൂപ്പര് കണ്ടിട്ട് പറയും, 2 ബ്ലോക്ക് ഉണ്ട്, എക്സ്റേ വേണ്ട, സ്കാനിങ് വേണ്ട, വേറെ ഒരു ചികിത്സയും വേണ്ട. അപ്പൊ ഇയാളിങ്ങനെ പറയാ. അപ്പോൾ മറ്റേ ആള് ചികിത്സ വിധിക്ക, 2 ബ്ലോക്ക് ആണെങ്കിൽ ഇവിടുത്തെ കൊണ്ട് നടക്കൂല. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് മടവൂര്, മമ്പുറം, പിന്നെ പുത്തമ്പള്ളി, ഭീമാപ്പള്ളി വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ബാഗ്ദാദിൽ നിന്ന് കൊണ്ടുവന്ന ഉറുക്കന്നെ ആയിക്കോട്ടെ. ഇനി അല്ല, ബ്ലോക്ക് കൂടുതലാ, അപ്പൊ എന്ത് ചെയ്യാ, ഇതൊന്നും ശരിയാവൂല, തിരുകേശം, ബലൂൺ സർജറി എന്നൊക്കെ പറയണ മാതിരി തിരുകേശിട്ട് മുക്കിയ വെള്ളം അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചികിത്സ വിധിക്കുന്ന ഏതെങ്കിലും ആസ്പത്രി ഉണ്ടോ? എന്തേ ഇല്ലാത്തത് സഹോദരന്മാരെ? ഇനിയൊരു ഗർഭിണിയെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവരുന്നു. എക്സ്റേ ഇല്ല, സ്കാനിങ് ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല, ഗ്ലൂക്കോസ് ഇല്ല. എന്താ? നേരെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അതാർക്ക്? അത് വഹാബികളെ പോലെയുള്ള പുത്തൻവാദികൾക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മപഠന്മാരുടെ ഭാര്യമാരും സഹോദരിമാരും ആസ്പത്രിയിലേക്ക് വരുമ്പോ നേരെ മാലാ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെല്ലുകയാണ്. അവിടെ വെച്ച് ഭദ്രമാല അല്ലെങ്കിലോ നഫീസത്ത് മാല ഇത് ചെല്ലുന്ന ഒരു ഏർപ്പാട് ഏതെങ്കിലും ആശുപത്രിയിലുണ്ടോ? ഇല്ല. എന്തേ ഇല്ലാത്തത്? മുസ്ലിംമാർക്ക് താല്പര്യമില്ല എന്നിട്ടാ? അല്ല, പിന്നെ അവർക്ക് ഇപ്പോഴും താല്പര്യമാണ്. ആ കഴിഞ്ഞുപോയ നല്ല കാലത്തെ പറ്റി സങ്കടപ്പെട്ട് കരയുന്ന ഒരുപാട് മുസ്ലിംമാരുടെ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്? എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. എന്ത് നല്ല കാലമായിരുന്നു മാലയുടെ കാലം, മൗലിദിന്റെ കാലം, ഉറുക്കിന്റെ കാലം, ഏലസിന്റെ കാലം. ഇപ്പൊ ഈ വഹാബികൾ വന്നിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് സങ്കടപ്പെടുകയാണ് പലരും. അപ്പോ പണ്ഡിതന്മാർക്ക് താല്പര്യമുണ്ട്, മുസ്ലിംമാർക്ക് താല്പര്യമുണ്ട്. പിന്നെ ആർക്കാ താല്പര്യമില്ലാത്തത്? ജനങ്ങൾക്ക് താല്പര്യമില്ല. അവര് മുജാഹിദായിട്ടാ? അല്ല. ഇത് ശരിയല്ല, ഇത് ദീനല്ല, പറയുന്നതിന് പ്രമാണമില്ല, തെളിവില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. കേരളത്തിലെ മുസ്ലിങ്ങളിൽ മുജാഹിദുകൾ എന്ന് പറയാൻ കഴിയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മുജാഹിദ് ആശയം അംഗീകരിച്ചവരാണ്. ഞങ്ങൾ മുജാഹിദാണ് എന്ന് പറയാൻ ആളുകൾ തയ്യാറല്ല. പക്ഷേ മുജാഹിദ് ആശയം ഭൂരിഭാഗവും അംഗീകരിച്ചവരാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ ഇത്തരം വിഷയങ്ങൾ, അതിലൊക്കെ മുജാഹിദുകളായി ആളുകൾ. കാരണന്മാർ പറയും, മൂല്യർ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താ, ആൾക്കാർ മുജാഹിദക്ക് പോവാണ്. കാരണന്മാർ പറയും, മൂല്യർ നിങ്ങൾ എത്ര പറഞ്ഞിട്ട് എന്താ, ആൾക്കാർ മുജാഹിദക്ക് പോവാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ വിശ്വാസത്തിന്റെ, സംസ്കാരത്തിന്റെ, മതത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മുജാഹിദികൾ ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്വം. അല്ലാതെ പുതിയൊരു ആദർശത്തിലേക്ക് ക്ഷണിക്കലല്ല. പുതിയ ഏതെങ്കിലും ഒരു കാര്യം മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനില്ല, ഒരു പുത്തൻവാദത്തിലേക്കും ക്ഷണിക്കാനില്ല. മറിച്ച് ഏറ്റവും പഴയ ആദർശത്തിലേക്ക്, അഥവാ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരാദർശത്തിലേക്കാണോ ക്ഷണിച്ചത്, ഏതൊരാദർശമാണോ പഠിപ്പിച്ചത്, ആ ആദർശത്തിലേക്കാണ് മുജാഹിദുകൾ ആളുകളെ ക്ഷണിക്കുന്നത്.
ആ ആദർശത്തിന്റെ പ്രത്യേകത എന്താ? അത് നമ്മളാരെങ്കിലും ഉണ്ടാക്കുന്ന ആദർശമല്ല. ഓരോ മുസ്ലിമും അല്ലാഹുവിനോട് പറയുകയാണ്, എന്ത്? പടച്ചവനെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറയാത്ത ഒരു മുസ്ലിം ഉണ്ടോ? ഇല്ല. അതേപോലെ എല്ലാ മുസ്ലിങ്ങളും ദിവസത്തിൽ പല പ്രാവശ്യം അല്ലാഹുവിനോട് തേടുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവിനോട് തേടുകയാണ് മുസ്ലിം. അല്ലാഹുവേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടത്തണേ, നീ ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണേ. ഏതായി സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്? ഞാൻ എന്റെ വകയായി കണ്ടെത്തുന്ന ഒരു മാർഗമല്ല, ഞാൻ എന്റെ വകയായി സ്വീകരിക്കുന്ന ഒരു മാർഗമല്ല, മറിച്ച് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് അത്. ആരാ? അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ. അത് അല്ലാഹുവിന്റെ അംബിയ ആണ്, അല്ലാഹുവിന്റെ ഔലിയ ആണ്, സിദ്ദീഖുകളാണ്, സാലിഹുകളാണ്, ശുഹദാ ആണ്. ആ സിദ്ദീഖുകളുടെ, സാലിഹുകളുടെ, ശുഹദാഇന്റെ മാർഗത്തിലേക്ക് നീ എന്നെ വഴി നടത്തണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിമിനോട് മുജാഹിദുകൾ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, എന്ത്? പടച്ചോനെ, നീ ഞങ്ങളെ ഹിദായത്തിൽ ചേർക്കണം. ഏതായി ഹിദായത്ത്? അത് അംബിയാഇന്റെ ഹിദായത്താണ്, അത് ഔലിയാഇന്റെ ഹിദായത്താണ്, സാലിഹികളും സിദ്ദീഖുകളും ശുഹദാവും അംഗീകരിച്ച ഹുദയാണ്. ആ ഹുദയിൽ നീ ഞങ്ങളെ ചേർക്കണേ റബ്ബേ എന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു മുസ്ലിമിന് ഒരു ബാധ്യതയില്ലേ സഹോദരന്മാരെ? ഏതാണ് ഈ ഹുദ എന്ന് അറിയണ്ടേ? ഏതാണ് ഈ ഹുദ എന്നൊന്ന് പഠിക്കണ്ടേ? ഏതാണ് ഈ ഹുദ എന്നൊന്ന് മനസ്സിലാക്കണ്ടേ? കാരണം അല്ലാഹുവിനോട് പറയുന്നത്, നീ ആ ഹുദയിൽ എന്നെ ചേർക്കണേ എന്നാണ്. അങ്ങനെ ചേർക്കണേ എന്ന് പറയുമ്പോ അതിനനുസരിച്ച പ്രവർത്തനം നമ്മൾ നടത്തണ്ടേ? അതിനനുസരിച്ച് പ്രവർത്തനം നമ്മൾ നടത്തണ്ടേ? ഇപ്പൊ ഞാന്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരാള് തിരുവനന്തപുരത്ത് പോകാൻ തീരുമാനിച്ചു. പോയി ട്രെയിൻ ടിക്കറ്റ് എടുത്തു, റിസർവ് ചെയ്തു. അല്ലെങ്കിൽ റിസർവ് ചെയ്യാതെ തന്നെ പോകാൻ തീരുമാനിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഭാര്യനോടും മക്കളോടൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് പോവാണ്. വളരെ അത്യാവശ്യമായ ഒരു കാര്യം. അതേപോലെ തന്നെ സുബൈക്ക് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇശാസ്കാരത്തിന് ഒരു പെട്ടിയൊക്കെ എടുത്ത് കണ്ടപ്പോൾ ചോദിച്ചു പള്ളിയിൽ, ഉസ്താദ് എങ്ങോട്ടാ പോണത്? ഞാൻ തിരുവനന്തപുരത്ത് പോവാണ്, നിങ്ങൾ ദുആ ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ ചെയ്തു. അതേപോലെ ഭാര്യ ദുആ ചെയ്യുന്നു, മക്കൾ ദുആ ചെയ്യുന്നു, ഈ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുന്നു. എല്ലാവരുടെയും ദുആ ഒക്കെ ഉണ്ട്. അദ്ദേഹവും ആവശ്യമായ പ്രാർത്ഥനകളൊക്കെ നടത്തി. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഒരു വണ്ടിയിൽ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുത്തു. ഒരു വണ്ടിയിൽ കയറി അവിടെ കിടന്നു. ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടി, അവിടെ കിടന്നു. രാവിലെ ഇറങ്ങുകയാണ് ട്രെയിൻ നിർത്തി. എല്ലാവരും ഇറങ്ങുമ്പോൾ ഇയാളെയും വിളിച്ചു, ഇയാളും ഇറങ്ങി നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ബോർഡ് കാണുന്നത് മംഗലാപുരം സെൻട്രൽ എന്നാണ്. തിരുവനന്തപുരം സെൻട്രൽ എന്നതിന് പകരം മംഗലാപുരം സെൻട്രൽ എന്നാ കാണുന്നത്. എന്താ കുഴപ്പം? വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. റെയിൽവേ സ്റ്റേഷനുകൾക്ക് വല്ല കുഴപ്പം പറ്റിയോ? അതും പറ്റിയിട്ടില്ല. ഇയാളുടെ മനസ്സിലെ മുറാദിന് വല്ല കുഴപ്പമുണ്ടോ? അതും ഇല്ല. ഇയാൾ മംഗലാപുരത്ത് എത്തണമെന്നാണോ വിചാരിച്ചല്ല. ഇയാളുടെ കയ്യിലുള്ള ടിക്കറ്റിന് വല്ല കുഴപ്പമുണ്ടോ? അത് മംഗലാപുരത്തേക്കുള്ളതാണോ? അല്ല, അതും അല്ല. പിന്നെ എന്തേ പറ്റിയ കുഴപ്പം? ഇയാളുടെ പ്രാർത്ഥന തിരുവനന്തപുരത്തെത്താനാണ്. അതേപോലെ തന്നെ ഇയാളുടെ കയ്യിലുള്ള ടിക്കറ്റ് അയാളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്ന ടിക്കറ്റാണ്. തിരുവനന്തപുരത്തെത്താനാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അയാൾക്ക് തിരുവനന്തപുരത്താണ് എത്തേണ്ടത്. അയാൾക്ക് തിരുവനന്തപുരത്ത് എത്തണമെന്നാണ് ആഗ്രഹം. അയാളുടെ ഭാര്യക്ക് അതാണ് ആഗ്രഹം. അതേപോലെ ഉസ്താദിന് അതാണ് ആഗ്രഹം. ഈ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനുള്ള പ്രാർത്ഥനകളുണ്ട്. അതേപോലെ തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് ഉണ്ട്. എന്നിട്ടും എന്തേ പ്രിയപ്പെട്ടവരെ, അയാൾ മംഗലാപുരത്തെത്തി.
ഈ പ്രാർത്ഥനക്ക് എതിരായ പ്രവർത്തനം ചെയ്തു. അല്ലേ? തിരുവനന്തപുരത്തെത്തണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യൻ വണ്ടി കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. ഏതാണ് വണ്ടി? അത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയാണോ, അതല്ല മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയാണോ, തെക്കോട്ട് പോകുന്ന വണ്ടിയാണോ, അതല്ല വടക്കോട്ട് പോകുന്ന വണ്ടിയാണോ എന്ന് ആലോചിക്കേണ്ടിയിരുന്നു. ബാക്കിയൊക്കെ ക്ലിയറാണ്. പക്ഷെ ഒറ്റ പണി കൊണ്ട് എന്തായി? ഇത് മുഴുവൻ തെറ്റി. ഇതേപോലെ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ, നീ ഞങ്ങളെ അംബിയാഇന്റെ മാർഗത്തിൽ ഉൾപ്പെടുത്തണേ, നീ ഞങ്ങളെ നബിമാരുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണേ, നീ ഞങ്ങളെ സിദ്ദീഖുകളുടെ മാർഗത്തിൽ ഉൾപ്പെടുത്തണേ, ശുഹദാഇന്റെ മാർഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നൊക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം, പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, അവന്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ അംബിയാഇന്റെ മാർഗത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഔലിയാഇന്റെ അതേപോലെ തന്നെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ മാർഗത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ആളുകളുടെ മനസ്സിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണ്. അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു? സംഗതി ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ പോകുന്ന വഴി അമ്പിയാക്കള് പോയ വഴിയല്ല, പോകുന്ന പണി ഔലിയാക്കള് പോകുന്ന വഴിയല്ല. നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. എന്താ പ്രധാനപ്പെട്ട വിഷയം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹു പറഞ്ഞു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പരിചയപ്പെടുത്തുന്ന വിശ്വാസം എന്താ? ഇത് അൽ ഇർഫാദ് എന്ന് പറയുന്ന മാസിക, AP ഭാഗം സുന്നികൾ പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ്. ഈ അൽ ഇർഫാദ് ഡിസംബർ 2007 അൽ ഇർഫാദിൽ ഒരു ലേഖനം, എന്താ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ വസീല എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് അഹമ്മദ് അർഖാൻ നഈമി അദ്ദേഹം എഴുതിയ ലേഖനം ഷാഹുൽ ഹമീദ് ശാന്തപുരം എന്ന് പറയുന്നയാൾ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ ഇതിലുള്ളത്? നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. അല്ലാഹുവിലേക്കുള്ള കവാടമാണ് അവിടുന്ന് എന്നൊക്കെയാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഒരു മുസ്ലിമിന് നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നാണ്. ഇത് നമ്മൾ നാട്ടിൽ പറയാൻ തുടങ്ങിയപ്പോ ഇതിനൊരു തിരുത്തു കൊടുത്തു. അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു മുസ്ലിയാർ ലേഖനം എഴുതി. ശരി, അത് ആ മുസ്ലിയാരുടെ അഭിപ്രായമാണ്. ഈ എഴുതിയ പണ്ഡിതന്മാർക്ക് ഇത് തെറ്റാണെന്ന അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഈ എഴുതിയ പണ്ഡിതന്മാർക്ക് ഇത് തെറ്റാണ് എന്ന അഭിപ്രായമില്ല. മറിച്ച് വേറെ ചില പണ്ഡിതന്മാർക്ക് ഇത് തെറ്റാണ് എന്ന അഭിപ്രായമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, ഈ അഭിപ്രായം വെച്ച് പുലർത്തുന്ന ആളുകൾ ഉണ്ടല്ലോ കേരളത്തിൽ. ഈ അഭിപ്രായം വെച്ച് പുലർത്തുന്ന ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അല്ലാഹുവിനോട് ചോദിക്കാനുള്ള അർഹത അത് ആർക്ക് മാത്രമേ ഉള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് തീർന്നില്ല. എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ഇത് സുന്നത്ത് മാസിക. സുന്നത്ത് മാസിക 2007 ഏപ്രിൽ. ഈ 2007 ഏപ്രിൽ മാസത്തെ സുന്നത്ത് മാസികയിൽ ഒരു ലേഖനം. ആ ലേഖനത്തിൽ എന്താ പറയുന്നതെന്നറിയോ? മൗലിദിലെ ഒരു വരി എടുത്തു കൊടുക്കുകയാണ്. യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി എന്ന ഈ വരി എടുത്തു കൊടുത്തതിന് ശേഷം അതിന്റെ അർത്ഥം പറയുകയാണ്. സയ്യിദന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിത അങ്ങയുടെ സമീപത്ത് എത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്.
വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപയുക്ത മൗലിദ് വരികൾ. പ്രവാചകന്മാരെയും പൂർവിക മഹത്തുക്കളെയും പാടിപ്പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനേ നമുക്ക് അർഹതയുള്ളൂ, അള്ളാഹുവോട് ചോദിക്കാൻ തന്നെ നമുക്ക് അർഹതയില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പേരിൽ ഹാഷിം നഈമി എന്ന് പറയുന്ന AP വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതൻ പുറത്തിറക്കിയ പുസ്തകം, ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുജാഹിദുകളുടെ വാദത്തെ പറ്റി ആ പുസ്തകം പറയുകയാണ്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുജാഹിദുകളുടെ വാദം അത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് മുജാഹിദുകളെ സുന്നി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി, തെര്യപ്പെടുത്തി എന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അഥവാ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇവിടെയുണ്ട്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുന്ന വാദം അത് ഇബ്ലീസിന്റെ വാദമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനേ പാടില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനേ നമുക്ക് അർഹതയില്ല എന്ന് വിശ്വസിക്കുന്നവരും ഇവിടെയുണ്ട്. ഈ ആളുകളൊക്കെ തങ്ങളുടെ നമസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണം റബ്ബേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഏതാണ് ആ മാർഗം? നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്, നീ അനുഗ്രഹിച്ച നബിമാരുടെ മാർഗമാണ് എന്ന് അള്ളാഹു പറഞ്ഞ വഴിയുണ്ടല്ലോ. ആ വഴി ഈ 3 വഴിയിൽ ഏതാണ്? ഈ 3 വഴിയിൽ ഏതാണ് നബിമാരുടെ വഴി? ഈ 3 വഴിയിൽ ഏതാണ് സിദ്ദീഖുകളുടെ വഴി? ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നവർ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനേ നമുക്ക് അർഹതയില്ല എന്ന് പറയുന്നവർ, പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടും നടത്താം, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് പറയുന്നവർ, ഇതിൽ ഏതിലാ നബിമാര് പെട്ടത്? നോക്കിക്കോ, ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായ ഒരു പ്രവർത്തനം ചെയ്തു പോയപ്പോ അതാ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചതമ്പുരാനെ വിളിച്ചുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാം പറയുന്നത്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി, ഞങ്ങളിതാ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി. നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ നബിമാര് നടത്തിയ പ്രാർത്ഥനകളുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രാർത്ഥനയുണ്ട്, അതേപോലെയുള്ള മഹാന്മാര് നടത്തിയ പ്രാർത്ഥനയുണ്ട്. പോരാ, ഒരു വിശ്വാസി നടത്തേണ്ട പ്രാർത്ഥനയായി ഇബാദുർ റഹ്മാൻ, ആ സർവലോക രക്ഷിതാവായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകളുണ്ടല്ലോ,
ആ അടിമകൾ നടത്തുന്ന പ്രാർത്ഥനയായി അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം സർവലോക രക്ഷിതാവായ അള്ളാഹുവിനോട് മാത്രമാണെങ്കിൽ റബ്ബനാ ലലംനാ അൻഫുസനാ എന്ന് തുടങ്ങി ആദം നബിയുടെ പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ എന്ന് തുടങ്ങിയുള്ള പ്രാർത്ഥന, വിശ്വാസിയുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തണമെന്ന് അള്ളാഹു പറയുന്നു. റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നമ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന അള്ളാഹുവിനോടാണ് അള്ളാഹുവിന്റെ അടിമകൾ നടത്തേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു. ഇങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഈ നബിമാര് അള്ളാഹുവിനോട് നടത്തി, ഈ ഔലിയാ അള്ളാഹുവിനോട് നടത്തി, ഈ സിദ്ദീഖുകൾ അള്ളാഹുവിനോട് നടത്തി. ആ അള്ളാഹുവിന്റെ ഉത്തമദാസന്മാര് അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്ന ആളുകൾ പുത്തൻവാദികളാണ്, അവർ ബിദ്അത്തിന്റെ ആളുകളാണ്. അവരോട് സലാം ചൊല്ലാൻ പാടില്ല, അവരോട് തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണ്ടേ, ഈ അമ്പിയാക്കൾക്ക് മയ്യത്ത് നമസ്കരിക്കരുത് എന്നാണോ ഈ പറയുന്നത്? ഔലിയാക്കൾക്ക് മയ്യത്ത് നമസ്കരിക്കരുത് എന്നാണോ ഈ പറയുന്നത്? കാരണം എന്താ, ഈ ഖുർആനിൽ നിങ്ങൾ എടുത്തു മറിച്ചു നോക്കൂ. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഖുർആൻ, ആ ഖുർആനിൽ പറഞ്ഞ നബിമാരുടെ പ്രാർത്ഥന, സത്യവിശ്വാസികളുടെ പ്രാർത്ഥന, നടത്തിയ പ്രാർത്ഥനകൾ, നടത്താൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവല്ലാത്ത ഒരാളോടും ഒരു പ്രാർത്ഥനയും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു, നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ തന്നെ അർഹതയില്ല എന്ന് വരെ പറഞ്ഞ ആളുകളില്ലേ? ഖുർആനിനെതിരല്ലേ അത്? ഇത് പറഞ്ഞത് സ്വീകരിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ സ്വർഗത്തിലെത്തണമെന്നുണ്ട്, അമ്പിയാക്കളെ മാർഗത്തിലെത്തണമെന്നുണ്ട്, അമ്പിയ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒക്കെ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പണി എതിരാണെങ്കിൽ തിരുവനന്തപുരത്ത് എത്തണമെന്ന് ആഗ്രഹിച്ച് മംഗലാപുരത്തേക്കുള്ള ട്രെയിനിൽ കയറിയ ആളുടെ അവസ്ഥയല്ലേ നമ്മളുടേത്? എങ്ങനെ ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാനേ നമുക്ക് പാടുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ റസൂലിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന വാദം ഇബ്ലീസിന്റെ വാദമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് അമ്പിയായിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും? ഇതാ മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞത്. ഇതൊരു പുതിയ കാര്യമാണോ? ഇതൊരു പറയാൻ പാടില്ലാത്ത കാര്യമാണോ? ഇതൊരു തെറ്റായ കാര്യമാണോ? ലോകത്ത് കഴിഞ്ഞു പോയ നബിമാരൊക്കെ പഠിപ്പിച്ചതല്ലേ ഇത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ എത്രയെത്ര പ്രാർത്ഥനകൾ നടത്തി പ്രിയപ്പെട്ടവരെ. രാത്രി ഉറങ്ങാൻ കിടക്കുന്നു മനുഷ്യൻ, ആ ഉറക്കത്തിൽ ഞെട്ടിയുണർന്നാൽ പ്രാർത്ഥനയുണ്ട്. രാവിലെ ഉറക്കമുണരുമ്പോൾ പ്രാർത്ഥനയുണ്ട്. അവിടെ നിന്ന് ടോയ്ലറ്റിലേക്ക് കയറുമ്പോ പ്രാർത്ഥനയുണ്ട്. ആ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥനയുണ്ട്. വുളൂഇന് ശേഷം പ്രാർത്ഥനയുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പ്രാർത്ഥനയുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോ പ്രാർത്ഥനയുണ്ട്. അവിടെ വെച്ച് നടത്തുന്ന നമസ്കാരങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. ആ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയുണ്ട്. നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥനയുണ്ട്. വീട്ടിലെത്തി കുളിക്കുമ്പോ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് ഡ്രസ്സ് ധരിക്കുമ്പോ പ്രാർത്ഥനയുണ്ട്. ചെരുപ്പ് ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പ്രാർത്ഥനയുണ്ട്. വാഹനത്തിൽ കയറുമ്പോ പ്രാർത്ഥനയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ പ്രാർത്ഥനയുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെ എത്രയെത്ര പ്രാർത്ഥനകളാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ദുആ ഏതെങ്കിലും ഒരു നബിയോടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. കാരണം മുജാഹിദികളെ മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ.
എന്ന് പറയുമ്പോ ചില ആളുകൾ പറയും, എന്താ കണ്ടില്ലേ, മുജാഹിദുകൾക്ക് മഹാന്മാരോട് ഭയങ്കര വിരോധാണ്. മുജാഹിദുകൾക്ക് മഹാന്മാരോട് ഭയങ്കര വിരോധാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ മുജാഹിദുകൾക്ക് വിരോധാണ്. എന്താ കാരണം? ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ തുടങ്ങി. മുജാഹിദുകൾക്ക് ഭയങ്കര എതിർപ്പാ റസൂലിനോട്. കാരണം 40 കോടിന്റെ ഒരു പള്ളി കോഴിക്കോട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയും വെക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ അതിനെ എതിർക്കാണ്. പള്ളി ഉണ്ടാക്കുന്നതിന് മുജാഹിദുകൾ എതിരല്ല. അത് 40 കോടിയാട്ടെ 400 കോടിയാട്ടെ പള്ളി ആർക്കും ഉണ്ടാക്കാം. പക്ഷേ ഈ മുടി കൊണ്ടുവന്ന് ആളുകളെ പറ്റിക്കുന്നതിനാ മുജാഹിദുകളെതിര്. ഇപ്പൊ എന്താ പറയണേ? ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം കിട്ടിയിരിക്കുന്നു, അത് സനദുള്ള തിരുകേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കിട്ടിയിരിക്കുന്നു, അത് സനദുള്ള മുടിയാണ്. അപ്പൊ ഇക്കാലം വരെ മർക്കസിലുള്ള മുടി ഏതാ? കഴിഞ്ഞല്ലോ ഉണ്ടല്ലോ മുടി, അതിന്റെ മുമ്പിലത്തെ വർഷം ഉണ്ടല്ലോ മുടി. അപ്പൊ അതൊക്കെ സനദില്ലാത്ത വേറെ ആരുടെയോ മുടിയായിരുന്നു. ഇപ്പോഴാണ് ഒറിജിനൽ മുടി കിട്ടിയത് എന്നാണോ? അപ്പൊ കുറെ കാലം കഴിയുമ്പോ ഇതല്ല മുടി, വേറെ മുടിയുണ്ട് എന്ന് പറയുമോ? ഇങ്ങനെ മുജാഹിദുകൾ ഇതിനെയൊക്കെ എതിർക്കുമ്പോ അതൊക്കെ മഹാന്മാരോടുള്ള വിരോധമാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ ഏതെങ്കിലും ഒരു നബിയോടുള്ള ദുആ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന് ഈ നബിമാരോടൊക്കെ വലിയ വിരോധമായിരുന്നു എന്നാണോ? തീർന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. ഹജ്ജ് ചെയ്ത ആളുകൾ ഉണ്ടാകുമല്ലോ ഇവിടെ. ഹജ്ജിനെ പറ്റി പഠിക്കാത്ത ഒരു മുസ്ലിമും ഇല്ലല്ലോ. ഈ ഹജ്ജിന് വേണ്ടി പോകുന്ന സമയത്ത് ഒന്നുകിൽ പുറപ്പെടുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ടാകട്ടെ, ഇനി അതല്ലെങ്കിൽ അവിടെ എത്തി ആരാധനകൾ നിർവഹിക്കുമ്പോഴാകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ സന്ദർഭങ്ങളിലോ ആകട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടോ ഹാജറ ബീവിയോടോ ഒരു പ്രാർത്ഥനയുണ്ടോ? കഅബ തവാഫ് ചെയ്യുമ്പോ ഇബ്രാഹിം നബിയോടൊരു പ്രാർത്ഥന, സഫാ മർവകൾക്കിടയിൽ സഅയ് നടത്തുമ്പോ ബീവി ഹാജറിനോടൊരു പ്രാർത്ഥന, സംസം വെള്ളം കുടിക്കുമ്പോ ഇസ്മായിൽ നബിയോടൊരു പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ? ഇല്ല. ആ കഅബയുമായി ബന്ധപ്പെട്ട്, സംസമുമായി ബന്ധപ്പെട്ട്, സഫാ മർവയും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ മൂന്നാളുകളുടെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഒരിടത്ത് പോലും ഇബ്രാഹിം നബിയോടുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടില്ല, ഇസ്മായിൽ നബിയോടുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടില്ല, ബീവി ഹാജറിനോടുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം നബിയോടും കുടുംബത്തോടും ഭയങ്കര വിരോധമായിരുന്നു, ദേഷ്യമായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല. അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ്. എന്ത്? ഖുൽ നബിയെ അങ്ങ് പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടതെന്നറിയുമോ? ഇന്നമാ ദുഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഇബ്രാഹിം നബിയോടുള്ള പ്രാർത്ഥന പഠിപ്പിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഇസ്മായിൽ നബിയോടുള്ള പ്രാർത്ഥന പഠിപ്പിക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഒരൊറ്റ നിസ്കാരത്തിലും, ഒരു ഫർള് നമസ്കാരത്തിലും, ഒരു സുന്നത്ത് നമസ്കാരത്തിലും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷവും, അതല്ലെങ്കിൽ നമസ്കാരത്തിലും മൂസാ നബി അലൈഹിസ്സലാമിനോട് ഒരു ദുആവും നടത്താൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാതിരുന്നത് ഉണ്ടോ? 50 നേരത്തെ നമസ്കാരം 5 നേരമാക്കി ചുരുക്കിയതിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടി അഭിപ്രായമുണ്ട് എന്ന് നമുക്കറിയാം.